പെടും നിന്മാർഗിലെന്നും ചാരി ഞാൻ ആശ്വാസവും ആനന്ദവും നേടിടും. അരുമയേറും പൊൻകരം നീട്ടിയൻ ആകുലങ്ങളാകവേ അകറ്റിടും. കരുതുവാൻ കാക്കുവാൻ കൈവിടാതെ നടത്തുവാൻ, കരുതുവാൻ കാക്കുവാൻ കൈവിടാതെ നടത്തുവാൻ, നീ എന്നും എന്റെ സ്വന്തം യേശുവേ, നീയല്ല. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ജോസി എബ്രഹാം ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവുള്ളതാണ്. ഹാനോക്കിൻ്റെ പല ഗുണങ്ങളും നമുക്ക് അറിയാം. എന്നാൽ ഹാനോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം നമുക്ക് അതിൻ്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു എന്നുള്ളതാണ്. അതായത് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം താൻ നയിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ തനിക്ക് തൻ്റെ ആയുഷ്കാലം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് 365 സംവത്സരം താൻ ഈ ലോകത്തിൽ ജീവിച്ചു. അത് ഒരു ദീർഘ നാളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും തൻ്റെ കാലഘട്ടത്തിലുള്ള മറ്റ് ആളുകളുമായിട്ട് നാം താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞൊരു സമയമാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെയും 900-ഉം 800-ഉം ഒക്കെ സംവത്സരം ജീവിക്കുന്ന ഒരു സമയത്ത് 365 സംവത്സരം മാത്രമേ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് തനിക്ക് സാധിച്ചുള്ളൂ. എന്നാൽ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തനിക്ക് ഈ ഒരു വലിയ സാക്ഷ്യം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം താൻ നയിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ പല ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നാം കാണും. അനേക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർ, അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ, അതുപോലെ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന അനേകർ ഈ ലോകത്തുണ്ട്. ജാതിമത ഭേദമന്യേ നമുക്കങ്ങനെയുള്ളവരെ കാണുവാനായിട്ട് സാധിക്കും. അവരോടൊക്കെ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അവർ മിക്കവാറും പേര് ഇപ്രകാരം ഉത്തരം പറയും, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മോക്ഷം പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ എന്തും ചെയ്യാനായിട്ട് അവർ മടിക്കുന്നില്ല. എന്നാൽ ദൈവമക്കളായ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടുന്ന കാര്യമില്ല. നാം രക്ഷിക്കപ്പെട്ടു, നമുക്ക് രക്ഷയുടെ ഭദ്രതയുണ്ട്, നമ്മുടെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നാം സ്വർഗത്തിൽ പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. എന്നാൽ എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ്? സ്വർഗത്തിൽ പോകണമെന്നുള്ളതല്ല. നമ്മുടെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതായിരിക്കാം. ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളൊരു ജീവിതം നാം നയിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക. നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ ഹാനോക്കിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള സാക്ഷ്യം പ്രാപിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കും. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ ആകുവാൻ അഭിമാനിക്കും. ശരീരത്തിൽ വസിച്ചാലും വിട്ടാലും എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് അവരുടെ ആഗ്രഹം. നമ്മളുടെയും ആഗ്രഹം അതുതന്നെ ആയിരിക്കണം. മറ്റെല്ലാ കാര്യത്തിലും എന്നപോലെ ഈ വിഷയത്തിലും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമ്മുടെ മാതൃകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ആയിരുന്നു കർത്താവിൻ്റെ.
ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെട്ട, എത്ര ധന്യമായ ഒരു ജീവിതം. നമ്മുടെ ജീവിതത്തിലൂടെ ഇപ്രകാരം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം ആരെയാണ് നാം പ്രസാദിപ്പിക്കുന്നത്? ദൈവത്തെയാണോ മനുഷ്യരെയാണോ? എഫേസ്യ ലേഖനം 6:7 വാക്യങ്ങൾ നാം വായിക്കുന്നത്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയിലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിക്കും. അതുപോലെ ഗലാത്യ ലേഖനം 1 അതിൻ്റെ 10 വാക്യത്തിൽ വായിക്കുന്നത്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. നാം ചെയ്യുന്ന കാര്യങ്ങൾ, നാം ആരെയാണ് പ്രസാദിപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത്? മനുഷ്യരെയോ അതോ ദൈവത്തെയോ? മനുഷ്യരെ നമുക്ക് പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യർ നമ്മുടെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രം കാണുന്നു, എന്നാൽ നമ്മുടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയണം. ദൈവം, എൻ്റെ ജീവിതത്തിലൂടെ ദൈവം പ്രസാദിക്കണം, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുക. ദൈവം നമ്മെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയുക, ഇവൻ എന്നെ പ്രസാദിപ്പിച്ചു, അങ്ങനെയുള്ളൊരു സാക്ഷ്യം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും.